അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 19 ചൊവ്വാഴ്ച. വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ യോഗം ആകർഷകമായ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും മന്ത്രിമാരുടെ വകുപ്പ് വിഭജന തർക്കം തീർന്നില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും, കെ മുരളീധരന് ആരോഗ്യവും, പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായവും, മോൻസ് ജോസഫിന് ജലവിഭവ വകുപ്പും നൽകി. ടി. സിദ്ദിഖിന് കൃഷി വകുപ്പ് നൽകി. എന്നാൽ മറ്റു പല വകുപ്പുകളും തർക്കത്തിലാണ്. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പുണ്ട്. ഫിഷറീസ് വകുപ്പ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കൂ എന്ന നിലപാടിലാണ് ലീഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ SITക്ക് കൂടുതൽ സാവകാശം നൽകി കേരള ഹൈക്കോടതി. ശാസ്ത്രീയ പരിശോധനാ ഫലം വരാൻ വൈകുന്നതാണ് അന്വേഷണത്തിന് തടസ്സം. കേസ് ഈ മാസം അവസാനം പരിഗണിക്കാനായി മാറ്റി. മാർച്ച് 26-ന് കോടതി സാവകാശം അനുവദിച്ചിരുന്നെങ്കിലും ഇന്നലെ കൂടുതൽ സമയം അനുവദിക്കുകയായിരുന്നു. മന്ത്രിമാരുടെ ഓഫീസുകളുടെ കാര്യത്തിൽ തീരുമാനമായി. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരുമാണ് ഓഫീസുകൾ പങ്കിടുന്നത്. നോർത്ത് ബ്ലോക്കിന്റെ 3-ാം നിലയിലാകും മുഖ്യമന്ത്രിയുടെയും പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെയും ഓഫീസുകൾ. നോർത്ത് ബ്ലോക്കിന്റെ 2-ാം നിലയിൽ കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല എന്നിവർക്കും, 1-ാം നിലയിൽ മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ എന്നിവർക്കും ഓഫീസുകൾ അനുവദിച്ചു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നാണം കെട്ട തോൽവിയെന്ന് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ പി.കെ. ശ്രീമതി. പ്രതീക്ഷിക്കാത്ത ഫലമാണെന്ന് മുൻ മന്ത്രി കെ. ശൈലജയും. മാറ്റമോ തിരുത്തലോ വേണമെങ്കിൽ പാർട്ടി ചെയ്യുമെന്ന് ശൈലജ വ്യക്തമാക്കിയപ്പോൾ തോൽവിയുടെ കാരണങ്ങൾ പാർട്ടി പഠിക്കുമെന്നാണ് ശ്രീമതി ടീച്ചർ പറഞ്ഞത്. പാർട്ടി തന്നെ ഒതുക്കിയെന്ന ആരോപണങ്ങൾ ശരിയല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ. ശൈലജ. പാർട്ടി വലിയ പദവികളാണ് നൽകിയതെന്നും നാട്ടിൻപുറത്തുകാരിയായി തന്നെ ഇത്രത്തോളം വളർത്തിയത് പാർട്ടിയാണെന്നും ശൈലജ. CPM കാസർഗോഡ്, ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള മധുസൂദനനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്ന് കാസർകോട്ട് വിമർശനമുയർന്നു. തൃക്കരിപ്പൂരിലെ തോൽവിക്കും ഇത് കാരണമായി. മഞ്ചേശ്വരത്ത് KR ജയാനന്ദയെ രക്തസാക്ഷിയാക്കി. പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിയണമെന്നും സംസ്ഥാന സെക്രട്ടറിക്ക് ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പോലും ഇല്ലെന്നുമായിരുന്നു ആലപ്പുഴ സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് 21-ന് ആരംഭിക്കുമ്പോൾ സഭയ്ക്കുള്ളിൽ കൌതുകമാകുക പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ സത്യപ്രതിജ്ഞ. CPM-ൽ നിന്ന് രാജിവെച്ച് UDF സ്ഥാനാർത്ഥിയായി ജയിച്ച് പ്രോ ടൈം സ്പീക്കറാകുന്ന G. സുധാകരന് മുന്നിൽ പിണറായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിവരും. ഏറ്റവും സീനിയറായ MLA എന്ന നിലയിലാണ് സുധാകരനെ പ്രോ ടൈം സ്പീക്കറാക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആശമാരുടെ വേതന വർധന വഞ്ചനയാണെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ആശ സമരകാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ 21,000 രൂപ ശമ്പളം നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ അധികാരത്തിലെത്തിയതോടെ മല എലിയെ പ്രസവിച്ചതുപോലെയായി 3,000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ബാലഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരിഹസിച്ചു. പുതിയ സർക്കാർ വാഗ്ദാനം പാലിച്ചതിന്റെ സന്തോഷത്തിലാണ് ആശമാർ. ഓണറേറിയം വർദ്ധിപ്പിച്ച തീരുമാനം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ആശ സമരനായിക ബിന്ദു. വി.ഡി. സതീശൻ വാക്കു പാലിച്ചുവെന്നും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ബിന്ദു പറഞ്ഞു. ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം കാറ്റിനും ഇടിമിന്നലിനും സാധ്യത.
മന്ത്രിസ്ഥാനത്തേക്ക് തുടക്കം മുതൽ തന്റെ പേരില്ലായിരുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ. മാധ്യമങ്ങൾ സൃഷ്ടിച്ച പേരാണത്. വേറെ എന്ത് സ്ഥാനത്തേക്കാളും വലിയ സ്ഥാനം ഇന്ന് തനിക്കുണ്ട്. അത് കേരളത്തിന്റെ മകൻ എന്ന സ്ഥാനമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പുതുപ്പള്ളിയുടെ മന്ത്രി കൂടിയാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ചതിനെതിരെ PA മുഹമ്മദ് റിയാസ് MLA. ചരിത്രപരമായി വിവാദമായ ഭാഗങ്ങൾ ഒഴിവാക്കണമായിരുന്നുവെന്നും മതനിരപേക്ഷതയും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കാൻ പുതിയ സർക്കാർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് KSRTCയിൽ സൌജന്യ യാത്ര അനുവദിച്ചാൽ സ്വകാര്യ ബസ്സുകളിൽ കയറാൻ യാത്രക്കാരുണ്ടാകില്ലെന്ന് ബസ്സുടമകളുടെ സംഘടനയായ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പൊതുഗതാഗത സംവിധാനത്തെ തകർക്കരുതെന്നും ഇപ്പോൾ തന്നെ നഷ്ടത്തിലായ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിലെ പുനരന്വേഷണം സ്വാഗതം ചെയ്ത് മർദ്ദനമേറ്റവരിൽ ഒരാളായ അജയ് ജുവൽ കുര്യാക്കോസ്. നാട്ടിൽ 10 വർഷക്കാലമായി അടികൊണ്ട ചെറുപ്പക്കാർക്കുള്ള നീതിയാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. വമ്പൻ വിജയം നൽകിയിട്ടും കോഴിക്കോട് ജില്ലയ്ക്ക് ക്യാബിനറ്റ് പ്രാതിനിധ്യമില്ലാത്തതിനാൽ പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നേതൃത്വത്തിനെതിരെ കരിങ്കൊടിയും പോസ്റ്ററുകളും പതിച്ചായിരുന്നു പ്രതിഷേധം. പാലക്കാട് എരിമയൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. ബൈക്ക് യാത്രക്കാരായ സുഭാഷ്, രജീഷ് എന്നിവരാണ് മരിച്ചത്. 3 പേരാണ് ബൈക്കിലുണ്ടായിരുന്നത്. മൂന്നാമനായ സുഖിലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കാസർകോട് ബദിയടുക്കയിൽ ക്രിക്കറ്റ് കളിക്കിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. മാർപ്പനടുക്ക സ്വദേശി BK സുരേഷാണ് കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിൽ മാർപ്പനടുക്ക സ്വദേശികളായ കിരൺ, അഖിലേഷ് എന്നിവർക്കെതിരെ ബദിയടുക്ക പോലീസ് കൊലക്കേസെടുത്തു. കണ്ണൂർ അഴീക്കോട് പുന്നക്കപ്പാറയിൽ പടക്കം പൊട്ടിത്തെറിച്ച് 9 വയസ്സുകാരൻ മരിച്ചു. അമാൻ എന്ന കുട്ടിയാണ് മരിച്ചത്. 3 കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ പടക്കം പൊട്ടിച്ചിരുന്നതിൽ ബാക്കിയുണ്ടായിരുന്നവ കുട്ടികളെടുത്ത് പൊട്ടിക്കുകയായിരുന്നു. വിമാനത്താവളത്തിലെ ഗ്രൌണ്ട് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത് മൂലം മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ 15 വിമാനങ്ങൾ വൈകി. ലാൻഡ് ചെയ്ത വിമാനങ്ങളിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കാൻ 1 മണിക്കൂറിലേറെ കാത്തു നിൽക്കേണ്ടതായും വന്നു. ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയായ AIASL ജീവനക്കാർ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മിന്നൽ സമരം നടത്തിയതാണ് കാരണം. ഡൽഹി കലാപക്കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച സുപ്രീംകോടതി ഉത്തരവിനെ വിമർശിച്ച് സുപ്രീംകോടതിയിലെ മറ്റൊരു ബെഞ്ച്. ജസ്റ്റിസ് BV നാഗരത്നയും ജസ്റ്റിസ് ഉജ്വൽ ഭുയാനും ഉൾപ്പെട്ട ബെഞ്ചാണ് ഉമറിന്റെ ജാമ്യാപേക്ഷ തള്ളിയ നടപടിയെ വിമർശിച്ചത്. ജസ്റ്റിസ് അരവിന്ദ് കുമാർ, ജസ്റ്റിസ് NV അഞ്ജരിയ എന്നിവരുടെ ബെഞ്ചാണ് ഉമറിന് ജാമ്യം നിഷേധിച്ചത്. ജാമ്യമാണ് ചട്ടമെന്നും അനിവാര്യമെങ്കിൽ മാത്രം ജയിലെന്നുമുള്ള തത്വം പാലിക്കേണ്ടതാണെന്ന് ജസ്റ്റിസ് നാഗരത്ന ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പശ്ചിമ ബംഗാളിൽ സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ പെൻഷനും സൌജന്യ ബസ് യാത്രയും ജൂൺ 1 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന 2ാമത് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മതപരമായ അടിസ്ഥാനത്തിൽ നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തലാക്കും. ഇമാമുമാർക്കും ഹിന്ദു പുരോഹിതന്മാർക്കും നൽകിയിരുന്ന പ്രതിമാസ സ്റ്റൈപ്പൻഡുകൾ നിർത്തലാക്കി. തമിഴ്നാട്ടിൽ ജയലളിത സർക്കാർ തുടങ്ങിയ അമ്മ ക്യാന്റീനുകൾ നവീകരിക്കാൻ മുഖ്യമന്ത്രി വിജയുടെ നിർദ്ദേശം. ക്യാന്റീനിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വ്യാപക പരാതികൾ ഉയർന്നതിന് പിന്നാലെയാണ് നിർദ്ദേശം. ചെന്നൈയിൽ 383 ക്യാന്റീനുകളും മറ്റ് സ്ഥലങ്ങളിൽ 267 ക്യാന്റീനുകളുമാണ് ഉള്ളത്. മഹാരാഷ്ട്രയിൽ മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ ട്രാവലറും ട്രക്കും കൂട്ടിയിടിച്ച് 13 മരണം, 20ലേറെ പേർക്ക് പരിക്ക്. മഹാരാഷ്ട്രയിലെ പാൽഘറിലാണ് സംഭവം. വിവാഹസംഘം സഞ്ചരിച്ച ട്രാവലറിലേക്ക് ഒരു കണ്ടെയ്നർ ട്രക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കർണാടകത്തിലെ കുടകിൽ ദുബാരെ ആനത്താവളം കാണാനെത്തിയ യുവതി ആനയ്ക്കടിയിൽ കുടുങ്ങി മരിച്ചു. ചെന്നൈ സ്വദേശിയായ തുളസി എന്ന 33-കാരിയാണ് മറ്റൊരാനയുടെ കുത്തേറ്റ് മറിഞ്ഞു വീണ ആനക്കടിയിൽപ്പെട്ട് മരിച്ചത്. ആനകളെ കുളിപ്പിക്കുന്നതിനിടെ കൊമ്പുകോർത്ത് ഒരാന വീഴുകയായിരുന്നു.
സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റഗ്രാം വഴി കുട്ടികളെ സ്വാധീനിച്ചാണ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായതെന്ന് മുൻ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. തഞ്ചാവൂരിൽ ഒരു വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു സ്റ്റാലിൻ. പ്രമുഖ ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനി, അനന്തരവൻ സാഗർ അദാനി എന്നിവർക്കെതിരെയുള്ള തട്ടിപ്പ് കേസുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കുറ്റപത്രങ്ങളും യുഎസ് നീതിന്യായ വകുപ്പ് അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സാമ്പത്തിക ഉപദേശകരും ഈ വർഷം ആദ്യ 3 മാസങ്ങളിൽ മാത്രം 3700-ലധികം ഓഹരി ഇടപാടുകൾ നടത്തി. യുഎസ് സർക്കാരിന്റെ നയങ്ങളും തീരുമാനങ്ങളും നേരിട്ട് ബാധിക്കുന്ന വൻകിട കമ്പനികളുടെ ഓഹരികളാണ് ഇതിൽ ഭൂരിഭാഗവും. സൌദി അറേബ്യയിലേക്ക് പാകിസ്ഥാന്റെ സൈനിക സഹായം. 8000 സൈനികരെയും ചൈനയുമായി ചേർന്ന് വികസിപ്പിച്ച 16 യുദ്ധവിമാനങ്ങളും ചൈനീസ് നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനവും സൌദിക്ക് കൈമാറി. ഉഭയകക്ഷി പ്രതിരോധ കരാറിന്റെ ഭാഗമായാണ് ഈ കൈമാറ്റം. സമാധാന ചർച്ചകളുടെ മുന്നോടിയായി വലിയ വിട്ടുവീഴ്ചകൾക്ക് ഇറാനും അമേരിക്കയും ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇറാനെതിരായ എണ്ണ ഉപരോധം അമേരിക്ക നീക്കും. ഇതോടെ ഇറാന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ കയറ്റുമതിക്കുള്ള തടസ്സങ്ങൾ നീങ്ങും. ഇതേസമയം യുദ്ധക്കെടുതികൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ഇറാൻ പിന്മാറും. നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റിന്റെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇത്. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് തോൽവി. ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ ചെന്നൈയെ 5 വിക്കറ്റിന് തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് 16 പോയിന്റുമായി പ്ലേ ഓഫിലെത്തി. 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് തുടക്കത്തിൽ പതറിയെങ്കിലും 70 റൺസെടുത്ത ഇഷാൻ കിഷന്റെയും 47 റൺസെടുത്ത ഹെൻറിച്ച് ക്ലാസിന്റെയും കരുത്തിൽ 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.